Hi everyone, welcome back to my channel Relish my life. ഇന്ന് നമുക്ക് തലശ്ശേരി വിഭവമായ വീത്തി പത്തിരി അഥവാ വീത്തി പത്തിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കിലോ ചിക്കൻ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി എല്ല് കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നേരത്തെ ചിക്കൻ വേവിച്ച പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സവോളയും ചെറിയുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് കിട്ടണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരണം. നമുക്ക് മൂടി വെക്കാം നന്നായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇവയെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം, അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മസാലയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ മസാല നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 2 മിനിറ്റ് അടച്ച് മൂടി ചെറിയ തീയിൽ വേവിക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിക്കാം. അടുത്തതായിട്ട് നമുക്ക് വീത്തി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് അരക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് കൈമ അരി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഈ 1.5 കപ്പ് കൈമ അരി കഴുകിയത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം പൊടിക്കാത്തതാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ പൊടിച്ച പെരിഞ്ജീരകമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ആദ്യം അരക്കുന്നത്. മൊത്തം എനിക്ക് 1.5 കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ചോറിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം.
ഇപ്പോൾ ബാക്കി 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് നോക്കി പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും തിക്നെസ്സാണ് വേണ്ടത്. നല്ലോണം തിക്ക് കൂടാൻ പാടില്ല, അതുപോലെ തന്നെ നല്ലോണം ലൂസായിട്ടുള്ള മാവാനും പാടില്ല. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ആകെ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മാവിന് തന്നെ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഒരു വലിയ സ്റ്റീൽ പാത്രം എടുത്തിട്ട് അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയ തട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീത്തി പത്തിരി ഉണ്ടാക്കുന്ന പാത്രം അതിലിറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി പാത്രം അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. മാവ് ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയി. അതിൻ്റെ മേലേക്കാണ് മാവ് കുറച്ച് ഒഴിക്കുന്നത്. അടിയിലൊരു ലെയറായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനി ഒരു 2 മിനിറ്റ് ഞാൻ അടച്ച് വേവിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറച്ച് കിട്ടും നമ്മുടെ മാവ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മസാല ലെയറിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ചുകൂടെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ മാവ് മസാല ലെയർ ഒന്ന് മൂടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും അടുത്ത മസാല ലെയർ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും മസാല ലെയറിൻ്റെ മുകളിൽ കൂടെ മാവ് ഒഴിക്കുകയാണ്. അടുത്ത ലെയർ മാവിട്ട് കൊടുക്കാം. ബാക്കി വരുന്ന മാവ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. എനിക്ക് മൊത്തത്തിൽ 40 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഒരു കത്തിയോ സ്ക്യൂറോ എടുത്ത് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വരണം. അപ്പോൾ നമുക്ക് വെന്തതറിയാൻ പറ്റും. ഇനി സൈഡെല്ലാം ഒരു കത്തി വെച്ചിട്ട് വിടുത്തി കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി വിട്ട് വന്നിട്ടുള്ളതാണ്. ഈ സൈഡെല്ലാം സൈഡിൽ നിന്ന് തട്ടി കൊടുക്കുക. ഇനി ഇത് മുറിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.